നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം ജിമ്മിൽ പോകുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കാരണം, വർക്ക് കാരണം ജിമ്മിൽ പോകാൻ സമയം കണ്ടെത്താൻ അധികം ആൾക്കാർക്കും പറ്റാറില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം, എക്സസൈസിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം, അതിനൊരു പ്ലാന്, ഒരാഴ്ചത്തേക്കുള്ള വർക്കൗട്ട് റുട്ടീനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ 3 ദിവസം റെസ്റ്റിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്ത് തരത്തിലുള്ള എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പേയും നിങ്ങളുടെ ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനറായിട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന എക്സസൈസസും വർക്കൗട്ട്സും എല്ലാവർക്കും ഒരേപോലെ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ പ്രായം 50 വയസ്സിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ ബോഡി സ്ട്രെങ്തനിങ് എക്സസൈസസ് ആണ്. പക്ഷേ എന്ത് തരത്തിലുള്ള എക്സസൈസ് നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആദ്യം വാമപ്പ് ചെയ്യണം. വാമപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡീൻ്റെ പല ഭാഗത്തേക്കും രക്തം എത്തണം. അപ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് ചെറുതായിട്ടൊന്ന് കൂടണം. വാമപ്പ് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചെറുതായിട്ട് ജോഗ് ചെയ്യാം, ഓടാം, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഒരു 3-4 പ്രാവശ്യം കയറി ഇറങ്ങാം. നിങ്ങളുടെ വീട്ടിൽ സ്കിപ്പിംഗ് റോപ്പ് ഉണ്ടെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യാം. 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ വാമപ്പ് ചെയ്തതിന് ശേഷം വേണം എക്സസൈസിലേക്ക് കിടക്കാൻ. നമ്മുടെ ബോഡിയിലുള്ള മസിൽസിനെ ട്രെയിൻ ചെയ്യാൻ, അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ തീർച്ചയായിട്ടും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ് ആണ് ചെയ്യേണ്ടത്. വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മളുടെ തന്നെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ബോഡി വെയ്റ്റ് 75 കിലോ ആണെന്നുണ്ടെങ്കിൽ ആ ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് തന്നെ നമ്മളുടെ മസിലിൻ്റെ വേറെ മസിൽ ഗ്രൂപ്പ്സ് നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് കുറച്ച് എക്സ്ട്രാ വെയ്റ്റ്സ് വാങ്ങേണ്ടി വരും. ഞാൻ എൻ്റെ ഫസ്റ്റ് 50 കിലോഗ്രാം വെയ്റ്റ്സ് വാങ്ങിയത് 2018 അന്ന് ഈ 50 കിലോഗ്രാം വെയ്റ്റ്സിൻ്റെ വില എന്ന് പറയുന്നത് 8,000 റുപ്പീസ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ബാർബെല്ലും അതിലിട്ടിട്ടുള്ള വെയ്റ്റ്സ് എല്ലാം കൂടിയും 46 കിലോ ഉണ്ടാവും. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡെഡ് ലിഫ്റ്റ്സ് ചെയ്യാം, പ്രസ്സസ് ചെയ്യാം. പക്ഷെ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ വെയ്റ്റിൽ നിന്ന് തുടങ്ങാൻ ശ്രദ്ധിക്കുക. 12-16 കിലോയിൽ നിന്നൊക്കെ തുടങ്ങിയാൽ മതി. ഈ 50 കിലോഗ്രാം വെയ്റ്റ്സിൻ്റെ സെറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡംബൽസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. 8 കിലോൻ്റെയും 12 കിലോൻ്റെയും ഡംബലിലുള്ള വെയ്റ്റ്സ് ആഡ് ചെയ്യാം, കുറയ്ക്കാം, എല്ലാ രീതിയിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ വെയ്റ്റ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2-3 സെറ്റാണ് ഓരോ തരത്തിലുള്ള എക്സസൈസും ചെയ്യേണ്ടത്. ഫെയിലിയർ വരെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയത് ഒരു ശീലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണലി ബോഡി ബിൽഡ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് റുട്ടീൻ മതിയാവില്ല. കുറച്ചും കൂടി സ്ട്രെനോസ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസ് റുട്ടീൻ വേണ്ടി വരും. ഇനി ഓരോ സെറ്റിലും 10 റെപ്പിറ്റീഷൻസെങ്കിലും മിനിമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെസ്റ്റ് പ്രസ്സോ അല്ലെങ്കിൽ വെയ്റ്റ്സ് എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും 1-2 എക്സസൈസോ ആദ്യത്തെ ദിവസം ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാം. ഇതിൻ്റെ ഉദാഹരണമാണ് സ്ക്വാറ്റിംഗ്, ലഞ്ചസ് ചെയ്യുന്നത്, ഡംബൽ ചെസ്റ്റ് പ്രസ് ചെയ്യാം, ബെൻഡ് ഓവർ റോസ് ചെയ്യാം, ഷോൾഡർ പ്രസ്സസ് ചെയ്യാം, ട്രൈസെപ്പ് ഡിപ്സ് ചെയ്യാം. ട്രൈസെപ്പ് ഡിപ്സ് ചെയ്യാൻ നിങ്ങൾക്ക് വെറും ഒരു ചെയർ മതി. ആം റെസ്റ്റ് ഉള്ള തരത്തിലുള്ള ചെയർ ആണെന്നുണ്ടെങ്കിൽ ട്രൈസെപ്പ് ഡിപ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പലതരത്തിലുള്ള എക്സസൈസസും എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടത്, ഇതിൻ്റെ ബോഡി പൊസിഷൻ എങ്ങനെയാണ്, ബോഡി പോസ്ചർ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഓരോ എക്സസൈസിൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ എക്സസൈസസും ഫസ്റ്റ് ഡേയിൽ തന്നെ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും 3 തരത്തിലുള്ള എക്സസൈസസ് ഫസ്റ്റ് ഡേയിൽ ചെയ്താൽ മതി. സമയം നിങ്ങൾ നോക്കണ്ട, ഇത്രയും റെപ്പറ്റീഷൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ആ 3 തരത്തിലുള്ള എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൂൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് ആണ്. നിങ്ങൾ ഏതൊക്കെ മസിൽ ഗ്രൂപ്പ്സ് ആണോ വർക്ക് ചെയ്തിട്ടുള്ളത് ആ മസിലിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ 3-4 സ്ട്രെച്ചസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2-3 മിനിറ്റിൻ്റെ കൂൾ ഡൗൺ കിട്ടും. ഫസ്റ്റ് ഡേയിലേക്ക് അത്രയും മതി. ഡേ നമ്പർ 2 എന്ന് പറയുന്നത് കാർഡിയോ വർക്കൗട്ട്സ് ആണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടാനും നിങ്ങളുടെ കോർ ബോഡി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള എക്സസൈസസ് ആണ് 2ാമത്തെ ദിവസം ചെയ്യേണ്ടത്. ഇവിടെയും തുടങ്ങുന്ന സമയത്ത് വാമപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ജമ്പിങ് ജാക്സോ മാർച്ചിങ് ഇൻ പ്ലേസ്, അതായത് നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ മാർച്ച് ചെയ്യുന്നത് പോലത്തെ തരത്തിലുള്ള എക്സസൈസസ് ചെയ്യാം. 2 മുതൽ 5 മിനിറ്റ് വരെ മാക്സിമം ചെയ്താൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള എയറോബിക് എക്സസൈസസ് 30 മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. 30 മിനിറ്റ് എത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എയറോബിക് എക്സസൈസിൽ പെടുന്നതാണ് നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഓടുക, ജോഗിങ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും സ്ഥലമുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യാം. വീട്ടിൻ്റെ അടുത്ത് പാർക്ക് ഉണ്ടെങ്കിൽ അവിടെ പോയി നടക്കാം. നടക്കുന്ന സമയത്ത് ബ്രിസ്ക് വാക്കിംഗ് ആയിരിക്കണം, കൈ വീശി നടക്കണം, കുറച്ച് സ്പീഡിൽ നടക്കണം. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമ്പിങ് ജാക്സ് ചെയ്യാം. സ്കിപ്പിംഗ് റോപ്പ് ഉണ്ടെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യാം. നിങ്ങൾക്ക് സൈക്ലിംഗ് ആണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാം. സ്വിമ്മിംഗ് താല്പര്യമുള്ളവർക്ക് സ്വിമ്മിംഗ് ചെയ്യാം. 2ാമത്തെ ദിവസം നിങ്ങൾക്ക് കോർ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടി ചെയ്യണം. ഇത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള എക്സസൈസിൻ്റെ ഉദാഹരണമാണ് പ്ലാങ്ക്, മൗണ്ടൻ ക്ലൈംബേഴ്സ്. ക്രഞ്ചസ് ചെയ്യാം. അത് അബ്ഡോമിനൽ ക്രഞ്ചസ് ആവാം, റിവേഴ്സ് ക്രഞ്ചസ് ആവാം, റഷ്യൻ ട്വിസ്റ്റ് ചെയ്യാം.
പ്ലാങ്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 30 സെക്കൻഡെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുന്നത് ഒരു സെറ്റ്, 2 മുതൽ 3 സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലാങ്ക് അല്ലാത്ത തരത്തിലുള്ള കോർസ് ട്രെയിനിങ് എക്സസൈസസ് ഒക്കെ 2 മുതൽ 3 സെറ്റ് തന്നെ 10 റെപ്പിറ്റേഷൻസ് എങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഇനി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ചെയ്ത് തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് രാവിലെ ചെയ്യാം, ബാക്കി നിങ്ങൾ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ചെയ്യാം. നിങ്ങൾ ഡിന്നർ നേരത്തെ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പേ ചെയ്യാം. പക്ഷേ രണ്ടാമത്തെ ദിവസവും നിങ്ങൾ എക്സസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കൂൾ ഡൗൺ ചെയ്യണം. സ്ട്രെച്ചസ് വീണ്ടും ചെയ്യുക. 30 സെക്കൻഡെങ്കിലും നിങ്ങളുടെ മസിൽസിനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. ഡേ നമ്പർ 3 ഇത് ആക്റ്റീവായിട്ടുള്ള റെസ്റ്റ് ഡേ ആണ്. നിങ്ങൾക്ക് യോഗ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നടക്കാൻ പോകാം. എക്സസൈസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ബോഡി ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യണം. നമ്മൾ അത്ര മാത്രമേ മൂന്നാമത്തെ ദിവസം ഉദ്ദേശിക്കുന്നുള്ളൂ. മൂന്നാമത്തെ ദിവസം മെയിൻലി നിങ്ങളുടെ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ദിവസത്തെ സ്ട്രെങ്ത് എക്സസൈസിൽ നിന്നും നിങ്ങളുടെ മസിൽസ് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 48 മണിക്കൂറെങ്കിലും സമയം നമ്മൾ കൊടുക്കണം. ഡേ നമ്പർ 4 വീണ്ടും സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യത്തെ ദിവസം ചെയ്ത എക്സസൈസ് അത് തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് ഇവിടെ ചൂസ് ചെയ്യാം. 3 എക്സസൈസസ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാൻ സാധിക്കും. അധിക എക്യുപ്മെൻറ്റ്സിൻ്റെയും വില എന്ന് പറയുന്നത് 1000 റുപ്പീസിന് താഴെ മാത്രമേ ഉള്ളൂ. ഇതൊരു പുള്ളപ്പ് റിംഗ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്യാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 500 റുപ്പീസിനടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇത് പുഷപ്പ് ബാർസ് ആണ്. പുഷപ്പ് ബാർസും നിങ്ങൾക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പുഷപ്സ് ചെയ്യാൻ സാധിക്കും. ബോഡി പോസ്ചർ കറക്റ്റ് ആക്കിയിട്ട് പുഷപ്സ് ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് ഫോർആമിൻ്റെ മസിൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ഗ്ലൗസ് നിങ്ങൾക്ക് വാങ്ങിക്കാം, വെയ്റ്റ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഞാൻ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക്സ് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. പക്ഷേ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ എല്ലാ എക്യുപ്മെൻറ്റ്സും വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾ ഒരു മാസം ഈ പറഞ്ഞ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് 4 ആഴ്ച തുടർന്നുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിവാർഡ് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാം. അപ്പോൾ ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. ആ മോട്ടിവേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സസൈസ് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കും. ഓരോ മാസം കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന വെയ്റ്റ്സ് അത് 1 കിലോഗ്രാം എങ്കിലും ഓരോ മാസത്തിൽ കൂട്ടാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മസിൽ ഗെയിൻസ് ഉണ്ടാവുകയുള്ളൂ. ഇതിനെ നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്നാണ് പറയാറ്. ഡേ നമ്പർ 5 വീണ്ടും കാർഡിയോ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ കാർഡിയോൻ്റെ കൂടെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെയും എയറോബിക് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. വാമപ്പ് ചെയ്തതിന് ശേഷം എയറോബിക് എക്സസൈസിലേക്ക് പോവുക. 20 മുതൽ 30 മിനിറ്റ് ആ ഒരു ദിവസം 5ാമത്തെ ദിവസം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടണം. നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 220-ൽ നിന്നും നിങ്ങളുടെ പ്രായം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ അതിൻ്റെ 80%. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രായം 30 വയസ്സാണെന്നുണ്ടെങ്കിൽ 220 30 കുറച്ചാൽ 190 കിട്ടും. അതിൻ്റെ 80%, അതായത് 152 ബീറ്റ്സ് പെർ മിനിറ്റ് എത്തുന്നതാണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അത്രയും ഹാർട്ട് ബീറ്റ് എത്തുന്ന രീതിയിലുള്ള എക്സസൈസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് ഡേ നമ്പർ 2 ചെയ്ത പോലത്തെ എക്സസൈസസ് ആവാം, റണ്ണിങ് ആവാം, സ്പ്രിൻറ്റിംഗ് ആവാം, ജോഗിങ് ആവാം, സൈക്ലിംഗ് ആവാം, ജമ്പിംഗ് ജാക്സ് ആവാം. ഡേ നമ്പർ 5 നിങ്ങൾ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസും കൂടി ചെയ്യണം. ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി സ്പീഡിൽ, പരമാവധി ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുക. പക്ഷേ 30 സെക്കൻഡ് ഓരോ തരത്തിലുള്ള എക്സസൈസും ചെയ്താൽ മതി. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസിൽ സാധാരണ ചെയ്യുന്ന എക്സസൈസിന് ഉദാഹരണമാണ് ഒന്ന് ബർപ്പീസ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ജമ്പിങ് സ്ക്വാറ്റ്സ്, മൂന്നാമത്തേത് മൗണ്ടൻ ക്ലൈംബേഴ്സ് ഉണ്ട്, നാലാമത്തേത് പുഷപ്സ് ആവാം, ജമ്പിങ് ജാക്സ് ആക്കാം. നിങ്ങൾക്ക് പറ്റുന്നത്ര സ്പീഡിൽ പറ്റുന്നത്ര ഇൻറ്റൻസിറ്റിയിൽ 30 സെക്കൻഡ് ചെയ്യുക, എന്നിട്ട് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം 1 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെറുതായിട്ട് നോർമൽ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 2 3 പ്രാവശ്യം ഈ പറഞ്ഞ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂൾ ഡൗൺ ചെയ്യാൻ മറക്കരുത്. സ്ട്രെച്ചസ് ആണ് ചെയ്യേണ്ടത്. 6ാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും നിങ്ങൾക്ക് റെസ്റ്റിംഗ് ഡേയ്സ് ആണ്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റീസ് മാത്രം ചെയ്താൽ മതി. എക്സസൈസസ് ആയിട്ട് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ബോഡിക്ക് റിക്കവർ ചെയ്യാനുള്ള സമയമാണിത്. ഡേ നമ്പർ 6 വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ചസ് മാത്രം ചെയ്യാം. 3 4 തരത്തിലുള്ള സ്ട്രെച്ചസ്, 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രെച്ചസ് ചെയ്യാം. ഇത് നിങ്ങളുടെ റിക്കവറിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഈ പറഞ്ഞ വർക്കൗട്ട് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങളുടെ ഫോം, നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്ക്, നിങ്ങളുടെ ബോഡി പോസ്ചർ, ഇതെല്ലാം കൃത്യമാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് മിററിന് മുമ്പിൽ നിന്ന് ചെയ്ത് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ വെയ്റ്റ്സ് എടുക്കുന്ന സമയത്തോ നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആണോ നോക്കാൻ വീട്ടിലുള്ള ആരെടുത്തെങ്കിലും കറക്റ്റ് ആണോ എന്ന് നോക്കാൻ പറയുക. അവർക്ക് അതിൻ്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പോസ്ചർ കറക്റ്റ് ആണോ എന്ന് അവരെടുത്ത് നോക്കാൻ പറയുക.
അവർ പറയുന്ന കറക്ഷൻസ് നിങ്ങൾ കറക്റ്റായി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടെക്നിക്ക് കറക്റ്റാക്കുക, നിങ്ങളുടെ ബോഡി പോസ്ചർ കറക്റ്റാക്കുക. ഇതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എത്ര വെയ്റ്റ്സ് എടുക്കുന്നു എന്നുള്ളതിനല്ല. വെയ്റ്റ്സ് എടുക്കുന്ന ദിവസം നിങ്ങൾക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്ന വെയ്റ്റ്സിൽ നിന്നും തുടങ്ങുക, ലൈറ്റർ വെയ്റ്റ്സിൽ നിന്നും. പിന്നീട് ഓരോ മാസം 1 kg അല്ലെങ്കിൽ 2 kg വെച്ചിട്ട് മാക്സിമം കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. തുടക്കം തന്നെ 50 കിലോ 60 കിലോയിലേക്കൊന്നും ഒരിക്കലും പോകരുത്. നിങ്ങളുടെ ബോഡി നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്യാതെ നോക്കുക. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്യുന്നത്. അത് 30 സെക്കൻഡ് മാത്രമേ നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ബോഡി പറ്റുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള എക്സസൈസസ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ മെല്ലെ കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. എക്സസൈസ് തുടങ്ങുന്ന സമയത്ത് മാക്സിമം എല്ലാ മസിൽസിലും വേദന വരുത്തണമെന്നോ വേദന വന്നിട്ടില്ലെങ്കിൽ എക്സസൈസ് ചെയ്തില്ല എന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് റെസ്റ്റ് വേണം. ചെറിയ രീതിയിലുള്ള മസിൽ സോർനെസ് ഉണ്ടാവാം. ഇഞ്ചുറീസ് ഉണ്ടാവാൻ പാടില്ല. ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് മാക്സിമം വെയ്റ്റ്സിലേക്ക് പോകരുത്. നിങ്ങളുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് വെച്ച് തുടങ്ങിയാൽ മതി എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ ബോഡിയിൽ റിക്കവറി നടക്കുന്നത്, മസിൽ ഗ്രോത്ത് നടക്കുന്നത്. വെള്ളം കുടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും ഹെൽത്തി ആക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെൽത്തി ഈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ 100-ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാർഡ്സിലുള്ള ലിങ്കിൽ കയറിയാൽ കാണാവുന്നതാണ്. ട്രാക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബോഡി വെയിറ്റ് നോക്കുക, നിങ്ങളുടെ മസിലിൻ്റെ സൈസ് അത് മെഷർ ചെയ്ത് നോക്കുക. 2 ആഴ്ച കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് വീണ്ടും എടുക്കുക. ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവിടെ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കണം. ആഴ്ചയിൽ 4 ദിവസം മാത്രമാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്, ബാക്കി 3 ദിവസം റെസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ വർക്കിനനുസരിച്ച് ഏതൊക്കെ ദിവസമാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ദിവസമാണ് എക്സസൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ കലണ്ടറിൽ എക്സസൈസും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിടുക. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരു ഹാബിറ്റാക്കി മാറ്റാൻ ഏറ്റവും ചുരുങ്ങിയത് 66 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യണം. അതായത് 10 ആഴ്ച ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള എക്സസൈസ് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എക്സസൈസ് ഒരു ഹാബിറ്റാക്കി മാറ്റാൻ സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ഹാബിറ്റ് ഫോമിംഗ് ടിപ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അതിനെക്കുറിച്ച് അറിയാനുള്ള വീഡിയോസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എക്സസൈസ് റുട്ടീൻ നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം, കസ്റ്റമൈസ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്കൊരു ഫിറ്റ്നസ് ട്രെയിനറെയോ ഒരു ഡോക്ടറിനെയോ സമീപിക്കാവുന്നതുമാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് റുട്ടീൻ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി എനിക്കറിയേണ്ടത് നിങ്ങളുടെ എക്സസൈസ് റുട്ടീൻ എങ്ങനെയാണ്, ആഴ്ചയിൽ എത്ര ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്, എത്ര ദിവസമാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്, ആ കാര്യം വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എക്സസൈസിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.